ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിങ്ങളെ എല്ലാവരും വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഓപ്ഷനെ കുറിച്ചാണ് പറയുന്നത്. സാധാരണ നമ്മൾ ജിമെയിൽ അല്ലെങ്കിൽ നമ്മുടെ പാസ്വേഡ് സെറ്റ് ചെയ്ത് വെക്കുന്ന പല പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് നമ്മൾ ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും അങ്ങനത്തെ പലതരം ആപ്ലിക്കേഷൻസ് നമ്മൾ പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. പക്ഷെ ചില സമയത്ത് നമ്മൾ പാസ്വേഡ് മറന്നു പോകും. അപ്പൊ ഈ സമയത്ത് നമ്മൾ ഫോർഗെറ്റ് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ ഫോർഗെറ്റ് പാസ്വേഡ് OTP നമ്മുടെ ഫോണിലേക്ക് വരും. ഇത് വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ്. പലരും ഈ ഒരു പ്രശ്നം നമ്മളോട് ചോദിക്കാറുണ്ട്. അതിനുള്ള ഒരു സൊല്യൂഷനാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ആ OTP കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഫോണിലേക്ക് ഈ പാസ്വേഡ് വരാത്തതെന്നാണ് ഞാൻ ഇവിടെ പറയുന്നത്. അത് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് പറയുന്നുണ്ട്. അത് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ഉടൻ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ തുടർന്ന് ലൈക്ക് ബട്ടൺ പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു അടിപൊളി ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. എല്ലാവരെയും വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഓപ്ഷനാണ്, ഒരു പ്രശ്നമാണ് OTP നമ്മുടെ ഫോണിലേക്ക് വരാത്തത്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിന്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ. ഗൂഗിൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ പ്രൊഫൈലിലേക്കാണ് പോകുന്നത്. അതായത് നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ ഇവിടെ കാണാൻ സാധിക്കും. നമ്മുടെ മെയിൽ ഏത് ID വെച്ചിട്ടാണ് നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുന്നത് ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ ജസ്റ്റ് ഒന്ന് അതിന്റെ മേലെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് അക്കൗണ്ട് കാണാം. അതായത് മാനേജ് ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കണ്ടില്ലേ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കാം. ആ സെക്യൂരിറ്റി ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിന്റെ സെക്യൂരിറ്റി പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെയാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. നമ്മൾ പാസ് കീ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നത് ഇവിടെയാണ്. ഇവിടെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു അടിപൊളി ഒരു ഓപ്ഷൻ ഇവിടെയാണ് കിടക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ നമുക്ക് റിക്കവറി ഫോൺ നമ്പർ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പലരും ചെയ്തിരിക്കുന്നത് പണ്ട് കാലങ്ങളിൽ നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന ഫോൺ നമ്പർ ആയിരിക്കും ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഫോണിലേക്ക് OTP വരാത്തത്. അപ്പൊ നിങ്ങളൊന്ന് ഇപ്പോൾ തന്നെ അത് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് അത് ചേഞ്ച് ചെയ്യുക. എങ്ങനെയാ ചേഞ്ച് ചെയ്യുക? ജസ്റ്റ് അതിന്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ പാസ് കീ അല്ലെങ്കിൽ ഞാൻ ഇവിടെ തമ്പ് കൊടുത്തിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇവിടെ ഏത് ഇമെയിൽ ID ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് അടുത്ത ഓപ്ഷനിലേക്കാണ് പോകേണ്ടത്. അവിടെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കണ്ടില്ല, ഇവിടെ ഫോൺ നമ്പർ കാണിക്കുന്നുണ്ട്. അതായത് റിക്കവറി ഫോൺ നമ്പർ കൊടുത്ത് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിന്റെ തൊട്ടടുത്ത് ഒരു പെൻസിലിന്റെ ഐക്കൺ കാണാൻ സാധിക്കും. അതിന്റെ തൊട്ടടുത്ത് ഡിലീറ്റ് ബട്ടൺ ഉണ്ട്. അപ്പൊ നമുക്ക് നമ്പർ മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്ത് പുതിയത് കൊടുക്കണമെങ്കിൽ ആ ഡിലീറ്റ് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് അവിടെ നമ്മൾ ആ പെന്നിന്റെ ഐക്കൺ അല്ലെ പെൻസിലിന്റെ ഐക്കൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ നമ്പർ, ഇപ്പൊ നമ്മൾ ഏതാണോ നമ്പർ യൂസ് ചെയ്യുന്നത്, ഏത് നമ്പറിലേക്കാണോ OTP വരേണ്ടത് ആ നമ്പർ നമുക്ക് ഇവിടെ കൊടുക്കാൻ സാധിക്കും. ഇവിടെ യൂസ് അനദർ നമ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണുന്നില്ലേ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ OTP വരാനുള്ള പുതിയ നമ്പർ മുകളിൽ കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുത്ത് അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പുതിയ നമ്പർ അവിടെ സേവ് ആവുകയും ചെയ്യും. പിന്നീട് നമ്മൾ ഏത് പാസ്വേഡുകൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇമെയിൽ ID അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഏതിന്റെ വേണമെങ്കിലും നമുക്ക് ഇതേപോലെ തന്നെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് OTP വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും മുകളിൽ ഇവിടെ കണ്ടില്ലേ, ഇപ്പൊ ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ പുതിയ നമ്പർ ഏതാണോ ഇപ്പൊ നിങ്ങൾ യൂസ് ചെയ്യുന്ന പുതിയ നമ്പർ, ആ പുതിയ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുത്തിട്ട് അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മുകളിൽ ഈ നമ്പർ പഴയ നമ്പറിന് പകരം, അതായത് പണ്ട് നിങ്ങൾ ഉപയോഗിച്ച നമ്പറിന് പകരം പുതിയ നമ്പറായിട്ട് അവിടേക്ക് ചേഞ്ച് ആയിട്ട് വരും. പിന്നീട് നിങ്ങൾ ഫോർഗെറ്റ് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ OTP ചോദിക്കുന്ന സമയത്ത് OTP നമ്മുടെ പുതിയ നമ്പറിലേക്ക് OTP വരിക. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. എല്ലാവരും നിങ്ങളുടെ ഫോണിൽ ഇപ്പോൾ തന്നെ